ഹായ് ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കസോളിലാണ് കേട്ടോ. കസോളിൽ പാർവതി വാലി. നമ്മുടെ ന്യൂ ഇയർ പാർവതി വാലിയിലാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അവിടെയാണ് ഉള്ളത്, കസോൾ. അശ്വിനുണ്ട് കൂടെ, അതുപോലെ രഞ്ജന ഒക്കെ ഉണ്ട്. കടന്ന് ഇത്ര കഷ്ടപ്പാടുണ്ട് കാരണം കയറി പോകാനായിട്ട്. ഇങ്ങനെ നടന്ന് വേണം പോകാൻ. അടിപൊളി വെള്ളം ഒഴുകുന്നുണ്ടോ? ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ തന്നെ വേറെ കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ അല്ല, നല്ല ക്രിസ്റ്റൽ, നല്ല കോൾഡ് വാട്ടർ കൂടെയാണ്. പിന്നെ കയറാം. ഓക്കെ, ഓക്കെ. നമ്മൾ കയറിയായിരുന്നു കേട്ടോ. ഇതേ താഴെ രണ്ട് പട്ടിയെല്ലാം ഉണ്ട് കേട്ടോ. നടക്കുന്നുണ്ട്. നമ്മുടെ ഇതൊരു കുഞ്ഞ വഴിയാണ്. ഇതിൽ കൂടെ നമ്മുടെ മലയാളി ഇതൊരു കുഞ്ഞ വഴിയാണ്. ഇതിൽ കൂടെ കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ചുറ്റും കടയെല്ലാം ഉണ്ട് കേട്ടോ. കുഞ്ഞ കടയൊക്കെ ഉണ്ട്. നമുക്ക് മൊമോസ്, അതുപോലെ മിൽക്ക് ടീ, പിന്നെ എന്തൊക്കെയുള്ള കോഫി, അങ്ങനെയുള്ള എല്ലാം കിട്ടും കേട്ടോ അവിടെ. ഞാൻ നോക്കിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഈ പുഴ കടന്ന് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഈ പുഴ കടന്നാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. മലയാളികൾ, വീണ്ടും മലയാളികൾ ഇവിടെ ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ കട, ഇങ്ങനത്തെ കുഞ്ഞു ടെൻറ്റ് പോലത്തെ കടകളുണ്ട് കേട്ടോ. അവർ അതിനൊപ്പം തന്നെ ഇങ്ങനെ തീയെല്ലാം കത്തിച്ച് ചൂടാക്കുന്ന പോലെ അത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാകും. നമുക്ക് വേണമെങ്കിൽ അതിൽ ചൂടെല്ലാം ഉണ്ടാക്കാം. കൈയെല്ലാം കൊടുത്ത് ഒന്ന് പാമ്പാകാൻ പറ്റും നമുക്ക്. അതുപോലെ കോഫി, ചായ, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. അയ്യോ, അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇപ്പം നടക്കാനായിട്ട്. പാറക്കൂടെ നടക്കാൻ. പിന്നെ നല്ല തണുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് ടയേർഡാവുന്നുണ്ട് നമ്മൾ. നമ്മളിത് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ കോടന്നേരം എല്ലാവരും നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാറുണ്ട്. ഞങ്ങൾ ചായ പറഞ്ഞത് ചായ ഇതുണ്ട് ഇവിടെ കിട്ടുന്ന സംഭവം. ഈ കോഫി, മാഗി, മോമോസ് കിട്ടും, മാഗി കിട്ടും. വീഴത്തെ കയ്യിൽ തന്നെ തുന്നു കേട്ടോ. ആ ഒരു നൂലെല്ലാം വെച്ച് നിറയെ ആൾക്കാർ അവസരം വരുന്നുണ്ട്. ഇവിടുന്ന് അശ്വിന് കണ്ണേരി ഉണ്ടോ? ഇപ്പോൾ ഭയങ്കര ഡീസൻ്റ് ആണ്. ആ, അതാ ഞാൻ ചോദിച്ചത്, എന്താ മണം വരുന്നില്ലേന്ന്. ഓക്കെ, ഇവിടെ അവർ കത്തിച്ചാൽ നമുക്ക് ചൂടെല്ലാം ഉണ്ടാവും കേട്ടോ. ഇവിടുത്തെ അവിടെ മരത്തിൻ്റെ വേറെ ഏതോ മരത്തിൻ്റെ മണം വരുന്നുണ്ട്. നാച്ചുറലൊക്കെ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ
അതിൻ്റെ സൗണ്ടൊക്കെ ഉള്ള പാർവതി വാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ നമ്മളുടെ ഇവൻറ്റ് മാത്രമല്ല, നമ്മളുടേതുപോലെ തന്നെ കുറേ മ്യൂസിക് ഇവൻറ്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഗോവൻ പാർക്കിൻ്റെ അതുപോലെ തന്നെ നാട്ടിൽ നിന്നും മറ്റെല്ലാ സ്ഥലത്തു നിന്നും നിറയെ ആൾക്കാർ ഇവിടെ വന്നെത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയ ടൈമിൽ 2 മലയാളി ഗ്രൂപ്പിനെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തു നിന്നുണ്ട്, എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും ഉണ്ട്. അത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ വരുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ സൗണ്ടിലൊക്കെ ആയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ കൂടെ വരുന്നവരോടെ വലിയ നടന്നു വരുന്നുണ്ട്. ആക്ച്വലി ഇവിടെ നമ്മൾക്ക് സ്റ്റേ ഒരു ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തതാണ്, ഒരു ഡോർമെട്രി സംഭവം. ആക്ച്വലി ഇവിടെ വന്നിട്ട് ഒരു 8 പേരിൽ കൂടുതൽ ഉള്ള ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് ഇവർ അലോഡ് ചെയ്യത്തില്ല. അതായത് 8 പേരിൽ കൂടുതലുള്ള ഗ്രൂപ്പിനെ ഇവരെ അലോട്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണേലും പ്രീ ബുക്ക് ചെയ്താണേലും അതിൻ്റെ മാനേജ്മെൻറ്റിന് നമ്മളെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ വന്ന ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 4 പേര് ഒരു ടീമും ബാക്കിയുള്ളവരൊരു ടീമും അങ്ങനെയൊക്കെ എല്ലാവരും സ്പ്ലിറ്റായിട്ടാണ് ചെക്കിൻ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളെല്ലാം ഇനിയും മരിച്ചഭിനയിക്കാനുള്ള പരിപാടിയാണ്. ആരെയും തമ്മിൽ അറിയാത്ത പോലെ. ഇനിയിപ്പോൾ ബൈ ചാൻസ് നമ്മൾ കാണുകയും ആദ്യമായിട്ട് അവരോട് കണ്ട് സംസാരിക്കുന്ന പോലെയൊക്കെ നൈസ. എന്തായാലും ഈ കേരളത്തിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടി വരുന്നു എന്തായാലും ഞാൻ എന്നെ വിചാരിച്ചിട്ടില്ല. താങ്ക്സ് ടു അശ്വിനി. ഓക്കെ, അതായത് ചാർജ് കഴിയുന്നതിനേക്കാളും മുന്നേ എല്ലാം കാണിച്ചു തരണം എന്നുള്ളത് എൻ്റെ പേര് ആണ്. ലോകത്ത് മതിയായി എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് അവസാനം തന്നിട്ട് എൻ്റെ ചില്ലായി നടന്നു വരുന്നുണ്ട്. ഹായ്. ആക്ച്വലി നമ്മള് ഈ കാശ്മീര് പോയിട്ട് അവർക്ക് അവര് ആ ഒരു കോഴ്സ് നമുക്ക് അങ്ങനെ കൂടുതൽ കിട്ടിയില്ലായിരുന്നു. ഇവിടെയാണ് കറക്റ്റ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊന്ന് വെച്ചുന്ന കേരളത്തെ ആൾക്കാർ വരികയാണോ നമ്മൾ കേരള കോസ്റ്റ്യൂമിലായിരിക്കും മിക്കവാറും എല്ലാവരും. നമ്മൾ കാശ്മീർ പ്രതീക്ഷ അങ്ങനെയായിരുന്നു. ആ ഒരു ഇവൻ്റെ ട്രഡീഷണൽ ഡ്രസ്സിൽ തന്നെ ഇവരെ കിട്ടി. നമ്മൾ കൂടെ വന്നവരല്ലേ എൻ്റെ ഫ്രണ്ടിൽ ഓടിച്ചാടി വരുന്നു. ക്യാമറ മുഖത്ത് കാണിച്ചപ്പോൾ നാണം വരുന്ന അച്ഛന് ആറ്റിറ്റ്യൂഡ് തങ്ങിയ തലയിൽ വരുന്ന ജൻസന. ഇവിടെ എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല. ബ്രീത്തിങ് എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. വഴിയൊക്കെ മാർക്ക് ചെയ്തിട്ട് പോകണ്ട. അത് ഒരു നമ്മളെ പുറത്ത് പ്രീമിയം ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങത്തില്ലേ, ആ സെയിം സാധനം. ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ കാവ കഴിച്ചത് അത്യാവശ്യം ഓവർ ഹൈപ്പിഡ് സാധനം കുടിച്ച പോലെയാണ് തോന്നുന്നത്. പക്ഷെ അത് കഴിക്കുമ്പോൾ ആ ചൂടത്ത് റിഫ്രഷ് ആവുന്നുണ്ട്, കുറച്ച് നേരത്തേക്ക് മാത്രം. ഓക്കെ, ആ ബ്രീത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു റൂമാണ്. അതിനുള്ള വഴി അവർ എഴുതി വെച്ചിരുന്നത്. ഇതിന് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. Come on, Vicky, come on.
ടയേർഡ്. നെക്സ്റ്റ് ടയേർഡ് ഫേസിനെ കാണിക്കണം. കമോൺ ഷിനി, സ്പീക്ക് അപ്പ്. ഓ നൈസ്. നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി കിട്ടിയിട്ടുണ്ട്. ആരാന്ന് അറിയത്തില്ല. ഫസ്റ്റ് നമ്മളുടെ സോസിൽ ഏതാ കണ്ടുപിടിക്കണം. നമ്മുടെ ഹോസ്റ്റലിന്റെ പേരെന്തായിരുന്നു? ഇവിടെ ഫുൾ ആക്ച്വലി ട്രാൻസ് വൈബാണ്. മെജോറിറ്റി ഓഫ് ദ പെയിന്റിങ്സ് നമ്മൾ നോക്കി മനസ്സിലാവും. വെള്ളത്തിൻ്റെ കളർ കൊണ്ട് നോക്കി നമ്മളെ ഇവിടുത്തെ ഒരു പുഴയിലൊക്കെ ഒഴുകി വരുന്നതാണ് ഫുൾ ചളിയുടെ കളറാണ്. ഭയങ്കര ക്ലീൻ അവിടെ. അതെ, നമ്മളവിടെ പൂളിൽ മാത്രമേ ഈ കളർ ഉണ്ടാവത്തുള്ളൂ. ഭയങ്കര എല്ലാം മിനിമൽ ആയിട്ടുള്ള വെള്ളമായതുകൊണ്ട് നമുക്ക് ഫീൽ ആവും. നമ്മുടെ ബോഡി അങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾക്ക് ചെറിയൊന്ന് വഴി തെറ്റിയിട്ടുണ്ട്. അല്ലേലും പണ്ടേ ഗൂഗിൾ അമ്മച്ചി അങ്ങനെയാ. കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഒരു കാര്യം. ഇവിടെ പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ചായ എന്താണ് കണ്ടുകൊണ്ട് സാധനമൊക്കെ ഫുള്ളി ട്രാൻസ് ആണ് ഇവിടെ. ആ ലോഗോ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇവിടെ നടക്കുന്നുണ്ട്. സൺബേൺ നടക്കുന്നുണ്ട് ഇവിടെ. സൺബേൺ അല്ല, അത് നമ്മളെ കോസ്മിക് അതല്ലാതെ കുറേ ഇവന്റ്സ് ഉണ്ട്. കുറേ ഇവന്റ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന കോസ്മിക് ആണ്. നമ്മൾ 3 വേണമെന്നുള്ള രീതിക്ക് ബുക്ക് ചെയ്ത്. ഒന്ന് സൈയും 3 പാർട്സ് ഉണ്ട്. നമുക്ക് 3 പാർട്സ് ഉണ്ട്. ഒന്ന് സൈയും, ട്രാൻസ്, പിന്നെ ബോളിവുഡ്. മീഡിയം ട്രാൻസ് മീഡിയം ട്രാൻസ് ഇതെല്ലാം ഉണ്ട്. ഇത് വേറൊരു ഫെസ്റ്റിവലാണ്. പെർക്കപ്പാ ഇതാണ് തോന്നുന്നു. അവിടെ പെറുക്കിക്കൊണ്ടിരുന്നു അടയാളം കാണിച്ചത്. എന്റെടാ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നാലും നമ്മൾ ചളി നിൽക്കാത്ത. വീണ്ടും ഗൂഗിൾ നമ്മളെ വഴിതെറ്റിച്ചു. Let us find. ഇല്ലാത്ത വഴിയിൽ ഉണ്ടാക്കി പോകുന്നത് ഒന്ന്. അത് തോന്നുന്നു മലയാളിയാക്കി. There is a boat for cup. ഭയങ്കര ഉള്ളിലെ ഏരിയയിലാണ് പോകുന്നതെന്ന് വിചാരിക്കരുത്. റോഡ് സൈഡിൻ്റെ അടുത്ത് അതൊക്കെ
മ്യൂസിക്. ഓക്കെ, നിറയെ പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, മലാന വില്ലേജ് 11 കിലോമീറ്റർ. മലാന പോയാലോ? മലാന വില്ലേജ് 4 hours ട്രക്കിങ് പോയ ദിവസമുണ്ട്. ഓ, 11 കിലോമീറ്ററിന് ഇപ്പൊ നമ്മൾ അറിഞ്ഞിരുന്നോ? ഇപ്പൊ വേറെ നോട്ടില്ലാത്തോണ്ടല്ലേ. ഓക്കെ ഗായ്സ്, ഇനി ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാം. അങ്ങനെ ഗായ്സ് നമ്മൾ അവസാനം റൂം ചെക്ക് ഇൻ ചെയ്ത് ണ്ടോ നമ്മുടെ അങ്ങോട്ട് വരുന്നേ.